സ്ത്രീകൾ യേശുവിന്റെ മുമ്പിൽ കരഞ്ഞുകൊണ്ടിരുന്നു. കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന സ്ത്രീകളെ നോക്കിക്കൊണ്ട് യേശുവിനെ പറഞ്ഞു, യെരൂശലേം പുത്രന്മാരെ, നിങ്ങൾ എന്നെ ചൊല്ലി കരയണ്ട, നിങ്ങളെയും നിങ്ങളുടെ തലമുറയെ ചൊല്ലി കരയുവിൻ. ഇന്നൊക്കെ 2026 വർഷങ്ങൾക്ക് മുമ്പ് പാലസ്തീന്റെ പച്ച മണ്ണിൽ നിന്നുകൊണ്ട് കർത്താവ് യേശു വിളിച്ചു പറഞ്ഞു, യേശുവിന്റെ പേര് പറഞ്ഞാലും കരയണ്ട. ഇന്ന് പകൽ ദേശപ്പള്ളി ആരും വിളിച്ചു പറയാം, യേശുവിന് വേണ്ടി ആരും കരയണ്ട, യേശുവിന്റെ പേര് പറഞ്ഞാലും കരയണ്ട. പിന്നെ ആർക്ക് വേണ്ടി കരയണം? നശിച്ചു പോകുന്ന നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി കരയണം. ഇന്ന് പകലില് ദേശമേ മറന്നു പോകരുത്, നശിച്ചു പോകുന്ന നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി കരയുവാൻ ഇന്ന് പകല് ഈ ഉച്ചഭാഷയിൽ കൂടി ശക്തിയോടെ ഞാൻ വിളിച്ചു പറയുക. എന്തുകൊണ്ടാണ് പറയാൻ കാരണം ചോദിച്ചാൽ, സ്നേഹിത, പത്രമെടുത്തത് വായിച്ചു നോക്കിക്കേ. പത്രമെടുത്ത് വായിച്ച ജനപ്രിയ സംഭവങ്ങളല്ലേ? കേൾക്കണം. 4ാം ക്ലാസ്സിലെ പഠിക്കുന്ന കൊച്ചാത്മഹത്യ ചെയ്തു, 5ാം ക്ലാസ്സിലെ കൊച്ചാത്മഹത്യ ചെയ്തു, അങ്ങനെ നേഴ്സിംഗിനോട് കൊച്ചാത്മഹത്യ ചെയ്തു. എത്ര കുഞ്ഞുങ്ങളാണ് ആത്മഹത്യ ചെയ്യുന്നത്? തീർന്നില്ല. എത്ര കുഞ്ഞുങ്ങളാ കഞ്ചാവിനടിമയാകുന്നത്? എത്ര കുഞ്ഞുങ്ങളാ മദ്യത്തിനടിമയാകുന്നത്? കഴിഞ്ഞ പത്രത്തിൽ കണ്ടില്ലേ, വാർത്ത കേട്ടില്ലേ? ഒരു